ഹലോ ഹായ്. നമുക്ക് ഇന്നൊരു മസാല ബോണ്ട ഉണ്ടാക്കാം കേട്ടോ. അതിനിപ്പോൾ 2 സ്പൂൺ മൈദ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആദ്യം. ഇനി 1 കപ്പ് പിന്നെ കടലമാവ് എടുക്കുക. ഒരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കട്ട. അരിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കട്ടോ. നമുക്ക് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നോക്കാം. ഇത് നല്ല ലൂസ് വേണ്ട മാവ്, നമ്മളെ ഇഡ്ഡലിയുടെ മാവിനേക്കാളും കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ പോവാം. ഇതിവിടെ വെച്ചിട്ട് ഇനി മസാല ഉണ്ടാക്കാം. പാത്രം വെച്ച് പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഞ്ചി ഇട്ടെടുക്കാം. പച്ചമുളകിന് പച്ച കുടി. ഇഞ്ചി പച്ചമുളകും ഇട്ട് നമുക്ക് വെച്ച് ഉള്ളി, ഞാനൊരു ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു വലിയ ഉള്ളി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ എല്ലാവർക്കും. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി, കാരണം പച്ചമുളക് ഇട്ട കാരണം എരിവുണ്ടാവും. അപ്പം എല്ലാവരും നോക്കിയിട്ടുണ്ട് കേട്ടോ. അതായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാട്ടോ. ഞാൻ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനതിൽ 2 വലിയ പച്ചമുളക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതാണ് മുളക് പൊടി ഇത്ര കുറച്ചിട്ടത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടോളൂ കേട്ടോ. ഞാൻ കറിവേപ്പില ഇടുന്നില്ല കേട്ടോ. കറിവേപ്പില ഇഷ്ടമുള്ളവർക്ക് ഇടാം. മല്ലിയിലയാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. അത് കാരണമാണ് മല്ലിയില ഇട്ടത്. സോഫാക്കാട്ടോ. ഇത് ചൂടാറട്ടെ. ഗ്യാസ് ഓഫാക്കി നമുക്കത് ഉരുളേക്ക് വെക്കട്ടെ. അങ്ങനെ ഓരോന്നായിട്ട് പാത്രം ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കട്ടെ. അയ്യോ, ഇതുപോലത്തെ നമുക്ക് വറുത്ത് തോരട്ടോ. നമ്മളെ മസാല ബോണ്ട ഇവിടെ ശരിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇന്നത്തേന് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നമുക്കിത് പൊട്ടിച്ച് നോക്കുക കേട്ടോ. നമുക്ക് ഉള്ളിൽ മസാല ചൂട് പോണു. മുകളിൽ നല്ല ക്രിസ്പി ആട്ടോ. അരിപ്പൊടിയുള്ള കാരണം ഉള്ളിൽ നല്ല സോഫ്റ്റ് കൊണ്ടുപോകാം. വിളിച്ചോട്ടെ. അവിടെ ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബൈ.